ഹോപ്പ് PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒറ്റപ്പദം എന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടുത്തത് പറയുന്നത് വാതിൽ കാവൽക്കാരി. അതിൻ്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് വേത്രവതി. വാതിൽ കാവൽക്കാരി ഒറ്റപ്പദം വേത്രവതി. വിദ്യയെ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി. ജനമില്ലാത്തടം വിജനം. ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു. ഒന്നുകൂടി പറയാം. വാതിൽ കാവൽക്കാരി വേത്രവതി, വിദ്യയെ അർത്ഥിക്കുന്നവൻ വിദ്യാർത്ഥി, ജനമില്ലാത്തടം വിജനം, ശ്രദ്ധയുള്ളവൻ ശ്രദ്ധാലു. വിഷാദമുള്ളവൻ വിഷണ്ണൻ, ആദരവോടുകൂടി സാദരം, ചേതനയുടെ ഭാവം ചൈതന്യം, പറയാനുള്ള ആഗ്രഹം വിവക്ഷ. അപ്പോൾ വിഷാദമുള്ളവൻ ഒറ്റപ്പദം വിഷണ്ണൻ, ആദരവോടുകൂടി ഒറ്റപ്പദം സാദരം, ചേതനയുടെ ഭാവം ഒറ്റപ്പദം ചൈതന്യം, പറയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം വിവക്ഷ. ഋജുവായ ഭാവം ഒറ്റപ്പദം ആർജവം. മറ്റൊന്നുമായി ലയിച്ചു ചേരൽ ഒറ്റപ്പദം തന്മയീഭാവം. പരലോകത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം പാരത്രികം. ദർശനത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം ദാർശനികം. ഒന്നുകൂടെ പറയാം. ഋജുവായ ഭാവം ആർജവം, മറ്റൊന്നുമായി ലയിച്ചു ചേരൽ തന്മയീഭാവം, പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം, ദർശനത്തെ സംബന്ധിച്ചത് ദാർശനികം. നീതിയെ സംബന്ധിച്ചത് നൈതികം. നീതിയെ സംബന്ധിച്ചത് ഒറ്റപ്പദം നൈതികം. പൊക്കമുള്ളവൻ പ്രാംശു. പൊക്കമുള്ളവൻ്റെ ഒറ്റപ്പദം പ്രാംശു. വലിയ ശരീരമുള്ളവൻ അതികായൻ. വലിയ ശരീരമുള്ളവൻ അതികായൻ. ഭക്ഷിക്കുന്നവൻ ഘാതകൻ. ഒന്നുകൂടെ പറയാം. നീതിയെ സംബന്ധിച്ചത് നൈതികം, പൊക്കമുള്ളവൻ പ്രാംശു, വലിയ ശരീരമുള്ളവൻ അതികായൻ, ഭക്ഷിക്കുന്നവൻ ഘാതകൻ. അടുത്തത് കുഴിക്കുന്നവൻ ഘാതകൻ. കൊലയാളി ഘാതകൻ. കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ ആജാനുബാഹു. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അപ്പൊ കുഴിക്കുന്നവൻ ഘാതകൻ. അപ്പൊ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അത് ഘാതകൻ. കൊലയാളി ഘാതകൻ. കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ ആജാനുബാഹു. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ.